മൊസൈക്ക് ഇന്ത്യ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ നഗരത്തിലാണ്. നമുക്കിന്ന് ഈ ലണ്ടൻ നഗരത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അങ്ങനെ 1-2 ദിവസങ്ങൾ കൊണ്ടൊന്നും ഈ ലണ്ടൻ നഗരം നമുക്ക് കണ്ടു തീർക്കാനാവില്ല. ഇതൊരു വലിയ വാസ്റ്റ് ക്യാൻവാസാണ്. നമുക്ക് ഈ ലണ്ടൻ നഗരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ഓക്കെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കോളനികൾ സ്ഥാപിച്ച് അവിടൊക്കെ അധീശത്വം ഉറപ്പിച്ചുകൊണ്ട് ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ഖ്യാതി നേടിയ ബ്രിട്ടൻ്റെ തലസ്ഥാനമായ ലണ്ടൻ. ഈ നഗരം 2000 വർഷത്തോളം പഴക്കമുള്ള ചരിത്രത്താളുകൾ ഓർമ്മയുടെ ഏടുകളിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്നു എന്നത് ആരെയും അത്ഭുതപ്പെടുത്തും. AD 43 മുതൽ 410 വരെ ഇംഗ്ലണ്ടിൽ ആധിപത്യം ഉറപ്പിച്ച റോമാക്കാരാണ് അവിടെ അവരുടെ ആസ്ഥാനമായി ഇന്നത്തെ ലണ്ടൻ സ്ഥാപിച്ചത്. അന്ന് ലോണ്ടിനിയം എന്നറിയപ്പെട്ടിരുന്ന ഈ പട്ടണം പിന്നീട് ആംഗ്ലോ സാക്സൺസിൻ്റെ അധീനതയിലായപ്പോഴാണ് ലണ്ടൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 4 നൂറ്റാണ്ടോളം നീണ്ട റോമൻ ആധിപത്യത്തിൻ്റെ സ്വാധീനവും ശേഷിപ്പുകളും ഇന്നും ഇംഗ്ലണ്ടിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാനാവും. പ്രത്യേകിച്ച് വാസ്തുശില്പകലയുടെയും ശില്പകലയുടെയും ഒക്കെ സ്വാധീനം. 3 ദിവസത്തെ ലണ്ടൻ സന്ദർശനത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായും പങ്കുവയ്ക്കുകയാണ്. കണ്ടാലും മതിവരാത്ത ധാരാളം കാഴ്ചകൾ ഈ ലണ്ടൻ നഗരം സന്ദർശകർക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. ഒരു ജനതതിയുടെ സാംസ്കാരിക പൈതൃകം ഓളങ്ങളുടെ മടക്കുകളിൽ ഒളിപ്പിച്ചിട്ടുള്ള തേംസ് നദിക്കരയിലെ വിശ്വവിഖ്യാതമായ ലണ്ടൻ നഗരം ലോകത്തിലെ ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് തന്നെ പറയണം. എന്തുകൊണ്ടാണെന്നല്ലേ? വിവിധങ്ങളായ വിനോദസഞ്ചാര സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തത്തക്ക വിധം ഇവിടെ വളരെ കൃത്യമായും സിസ്റ്റമാറ്റിക്കായും സന്ദർശകർക്കായി ഒരുക്കി വച്ചിരിക്കുകയാണ്. ഞങ്ങൾ താമസിച്ചത് വൂൾവിച്ചിൽ തേംസ് നദിക്കരയിലെ ഒരു ആധുനിക അപ്പാർട്ട്മെൻറ്റിൻ്റെ 10ാം നിലയിലായിരുന്നു. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് ആസ്വദിക്കാനായ തേംസിൻ്റെ മനോഹാരിത കണ്ടില്ലേ? വൂൾവിച്ചിലെ ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. നദിക്ക് മുകളിലൂടെ വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങുകയാണ് ഈ യാത്രാവിമാനം. ഓരോ യാത്രയിലും പുതുമയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ലണ്ടൻ നഗരം സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് സമ്പന്നതയാർന്ന സാംസ്കാരിക ചരിത്ര സ്മാരകങ്ങളുടെയും നവീന ജീവിത സാഹചര്യങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഒക്കെ കാഴ്ചകളാണ്. ഇവിടുത്തെ കുറ്റമറ്റ പൊതുഗതാഗത സംവിധാനം തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്താ? ലോകത്താദ്യം റെയിൽ ഗതാഗതം നിലവിൽ വന്നത് ഇംഗ്ലണ്ടിലാണ്. 160 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ ആദ്യമായി ട്യൂബ് എന്ന ഹൈസ്പീഡ് ഭൂഗർഭ റെയിൽവേ സംവിധാനം നിലവിൽ വന്നതും ലണ്ടനിലാണ്. ഭൂമിക്കടിയിൽ കുറഞ്ഞത് 25 മീറ്റർ താഴ്ചയിൽ ലണ്ടൻ നഗരത്തിൽ തലങ്ങും വിലങ്ങുമായി ചീറിപ്പായുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ട്രെയിനുകളും 270-ലേറെ ട്യൂബ് സ്റ്റേഷനുകളും ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുമെന്നതിന് സംശയം വേണ്ട. ലണ്ടനിലെ പ്രധാന പൊതുഗതാഗത മാർഗമാണ് TFL എന്നറിയപ്പെടുന്ന ട്യൂബ് ഫോർ ലണ്ടൻ. ബാങ്ക് കാർഡുകളോ അതുമല്ലെങ്കിൽ സന്ദർശകർക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന ഓയിസ്റ്റർ കാർഡ് സ്വൈപ്പ് ചെയ്തു വേണം യാത്രികർക്ക് ട്യൂബ് സ്റ്റേഷനിലേക്ക് കടക്കാനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും. ആവശ്യമെങ്കിൽ ബസ് യാത്രയ്ക്കും തേംസിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കുമൊക്കെ നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കുകയും ചെയ്യാം. ട്യൂബിൽ കയറിയുള്ള യാത്ര അത്ര ചിലവേറിയതൊന്നുമല്ല. ഈ ലണ്ടൻ ട്യൂബിൻ്റെ ശക്തി അതിൻ്റെ കാര്യക്ഷമതയും നാവിഗേഷൻ്റെ ലാളിത്യവുമാണ്. എന്നാൽ ട്യൂബ് സ്റ്റേഷനുകളിലെല്ലാം നല്ല തിരക്കായിരിക്കും. ട്യൂബിൽ കയറിയാൽ ഇരിക്കാൻ സീറ്റ് തരപ്പെട്ടാൽ ഭാഗ്യം എന്നേ പറയാനാവൂ. പക്ഷെ അതൊരു കുറ്റമായിട്ട് ആരും കരുതുമെന്നും തോന്നുന്നില്ല. കാരണം ഈ അതിവേഗ ട്രെയിനുകൾ മിനിറ്റുകൾക്കകം തന്നെ അടുത്തടുത്ത സ്റ്റേഷനുകൾ പിന്നിട്ട് കഴിയും. ഇനി മറ്റൊന്നുകൂടി കേട്ടോളൂ. ഓരോ ട്യൂബ് സ്റ്റേഷനും
ഭൂമിക്കടിയിൽ 15 നിലകളുണ്ട്. ഇതിൽ പലതും സമുദ്രനിരപ്പിനും താഴെയാണ്. ഇതുകൂടാതെ സാധാരണ ഉപരിതല റെയിൽവേയും ലണ്ടനിൽ സജീവമാണ്. ഇനി റോഡ് ഗതാഗതത്തിനാണെങ്കിൽ ധാരാളം ഇരുനില ബസ്സുകൾ നിരത്തിലെവിടെയും നമുക്ക് കാണാം. വിനോദസഞ്ചാരികൾക്കായുള്ള ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സൈറ്റ് സീയിങ് സർക്കുലർ ബസ് സർവീസുമുണ്ട്. ഇതിന് ഒരു ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുത്താൽ അതിൻ്റെ 24 മണിക്കൂർ വാലിഡിറ്റി കഴിയും വരെ ലണ്ടനിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ബസ് സർവീസ് പ്രയോജനപ്പെടുത്താം. കണ്ടില്ലേ, ലണ്ടനിലെ ടാക്സികളുടെ രൂപം തന്നെ വ്യത്യസ്തമാണ്. ഈ കാണുന്നതാണ് വെസ്റ്റ് മിനിസ്റ്ററിലെ ഹൗസ് ഓഫ് പാർലമെന്റ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. തേംസ് നദിക്ക് കുറുകെ ഇതുകൂടാതെ വേറെയും പാലങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രശസ്തമായതും ലണ്ടൻ നഗരത്തിൻ്റെ മറ്റൊരു യുണീക്ക് ഐക്കോണിക് സിംബലായി അറിയപ്പെടുന്നതുമാണ് ഈ കാണുന്ന ടവർ ബ്രിഡ്ജ്. പലരും ഈ ടവർ ബ്രിഡ്ജിനെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് തെറ്റായി കരുതി പ്രചരിപ്പിക്കുന്നുമുണ്ട്. ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും രണ്ടും രണ്ടാണ്, ഒന്നല്ല. ഹൗസ് ഓഫ് പാർലമെൻറ്റിന് തൊട്ടടുത്ത് വെസ്റ്റ് മിനിസ്റ്റർ പാലസിൻ്റെ എലിസബത്ത് ടവറിൻ്റെ നെറുകയിലാണ് വിശ്വപ്രസിദ്ധമായ ലണ്ടൻ നഗരത്തിൻ്റെ മറ്റൊരു ഐക്കോണിക് സിംബലായ ബിഗ് ബെൻ എന്ന ഈ ഭീമൻ ക്ലോക്ക്. ഇതിനിടെ ഞങ്ങൾ തേംസ് നദിയിലൂടെ ഹൃദ്യമായൊരു ബോട്ട് യാത്രയും നടത്തി. ഏതാണ്ട് 3/4 മണിക്കൂർ നീണ്ട ബോട്ട് യാത്രയിൽ തേംസിൻ്റെ ഇരുകരകളിലുമുള്ള ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ കണ്ടു. ഇതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഷാറ്റ് ടവർ. വിശ്വപ്രസിദ്ധമായ സെയിൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ മകുടമാണ് ആ കാണുന്നത്. വില്യം ഷേക്സ്പിയറുടെ ഗ്ലോബ് തിയേറ്റർ, ചരിത്ര പ്രാധാന്യമുള്ള തേംസ് നദിക്ക് കുറുകെയുള്ള പാലങ്ങൾ, അങ്ങനെ പലതും. ഇതാണ് ലണ്ടനിലെ ഗ്രീൻവിച്ചിലുള്ള റോയൽ ഒബ്സർവേറ്ററി. ഗ്രീൻവിച്ച് ടൈം, ഗ്രീൻവിച്ച് രേഖ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മളിത് ഗ്രീൻവിച്ച് എന്ന് വായിക്കുമെങ്കിലും ഇതിൻ്റെ ശരിയായ ഉച്ചാരണം ഗ്രെനിച്ച് എന്നാണ് കേട്ടോ. ഗ്രെനിച്ചിലൂടെ കടന്നു പോകുന്ന 0 ഡിഗ്രി രേഖാംശമാണ് ഗ്രീൻവിച്ച് രേഖ. ഇത് പ്രധാന മധ്യാഹ്ന രേഖയായും 1884 മുതൽ ലോക സമയത്തിൻ്റെ അടിസ്ഥാന റെഫറൻസ് പോയിൻ്റായും ഉപയോഗിക്കുന്നു. 0 ഡിഗ്രി രേഖാംശം, പ്രൈം മെറിഡിയൻ, കടന്നു പോകുന്നത് റോയൽ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കൂടിയാണ്. ഈ കാണുന്ന ജയൻ വീലാണ് ലണ്ടൻ ഐ എന്നും മില്ലനിയം വീൽ എന്നുമൊക്കെ അറിയപ്പെടുന്ന തേംസ് നദിക്കരയിലെ മറ്റൊരു പ്രധാന ആകർഷണം. തേംസ് നദിയുടെ തെക്കേ കരയിലുള്ള 135 മീറ്റർ ഉയരമുള്ള ഒരു നിരീക്ഷണ ചക്രമാണ് 2000 തുറന്ന ഈ ആകർഷണീയമായ ലണ്ടൻ ഐ. ഈ ഭീമൻ ചക്രം ലണ്ടനിലെ പ്രശസ്തമായ കാഴ്ചകൾ കാണാൻ സന്ദർശകർക്ക് അവസരം നൽകുന്നു. ഇതിലെ 32 ഗ്ലാസ് ക്യാപ്സൂളുകളിൽ ഓരോന്നിലും 25 യാത്രക്കാർക്ക് വീതം ഒരുമിച്ച് കയറി നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാം. ഈ ലണ്ടൻ ഐയിൽ നിന്നുകൊണ്ടുള്ള ലണ്ടൻ നഗരത്തിൻ്റെ ആകാശ കാഴ്ച അവിസ്മരണീയം തന്നെയാണ്. ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളുടെ ഒരു പനോരമ തന്നെ നമുക്ക് ഈ ലണ്ടൻ ഐയിൽ നിന്ന് കാണാൻ കഴിയും. പാർലമെൻറ്റ് ഹൗസുകൾ, ബിഗ് ബെൻ, വെസ്റ്റ് മിനിസ്റ്റർ ആബി, ബക്കിംഗ്ഹാം കൊട്ടാരം, സെയിൻറ്റ് പോൾസ് കത്തീഡ്രൽ, ലണ്ടൻ ടവർ, ടവർ ബ്രിഡ്ജ്, ദി ഷാർഡ്, തേംസ് നദി. ഈ കാഴ്ചകളൊക്കെ ലണ്ടൻ ഐയുടെ ഈ ക്യാപ്സൂളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാം. സാങ്കേതികമായി പറഞ്ഞാൽ ഇതൊരു കാൻറ്റിലിവേർഡ് ഒബ്സർവേഷൻ വീൽ അഥവാ കാൻറ്റിലിവർ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു നിരീക്ഷണ ചക്രമാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേഷൻ വീലാണിത്. 1835 ഫ്രഞ്ചുകാരിയായ പ്രശസ്ത മെഴുകു പ്രതിമാ ശില്പി മേരി ടുസോഡ്സ് സ്ഥാപിച്ചതാണ് ഈ കാണുന്ന ലോകത്തിലെ ആദ്യത്തെ മെഴുകു പ്രതിമാ മ്യൂസിയമായ മാഡം ടുസോഡ്സ് വാക്സ് മ്യൂസിയം. ഇതിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. മാഡം ടുസോഡ്സ് വാക്സ് മ്യൂസിയത്തിനുള്ളിലേക്ക് കടന്നാൽ അതൊരു മാസ്മരിക ലോകമാണ്. ഇവിടുത്തെ ഓരോ മെഴുകു പ്രതിമയിലും ജീവൻ തുടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇനി
ലണ്ടൻ ഐന് തൊട്ടടുത്താണ് ഫിഷറീസ് മ്യൂസിയമായ സീ ലൈഫ്. മഞ്ഞുമലകളിൽ മാത്രം കാണപ്പെടുന്ന പെൻഗ്വിൻ വരെ ഈ സീ ലൈഫിൽ നമുക്ക് കാണാം. ഇതാണ് ചാൾസ് രാജാവിൻ്റെ ഔദ്യോഗിക വസതിയായ ബക്കിംഗ്ഹാം പാലസ്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് മുൻപിലായി വിക്ടോറിയ രാജ്ഞിയുടെ ഒരു കൂറ്റൻ പ്രതിമയാണ് സന്ദർശകരെ വരവേൽക്കുന്നത്. റോമൻ ശൈലിയിലുള്ള മറ്റ് ശില്പങ്ങളും നമുക്കിവിടെ കാണാം. കൊട്ടാരം ഗാർഡുകളുടെ ഡ്യൂട്ടി മാറുമ്പോൾ നടക്കുന്ന ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് പരേഡ് കാണാൻ എത്തിയിട്ടുള്ളവരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ചേഞ്ചിങ് ഓഫ് ഗാർഡ്സിൻ്റെ ഭാഗമായുള്ള ഗാർഡുകളുടെ പരേഡ് കണ്ടില്ലേ? ബക്കിംഗ്ഹാം പാലസിന് മുൻപിലുള്ള ഒരു പൂന്തോട്ടമാണ് ഈ കാണുന്നത്. ഇനി ഒരു 1.5 മണിക്കൂർ കൊണ്ട് ലണ്ടൻ നഗരം മുഴുവനൊന്ന് ചുറ്റിയടിച്ച് കാണാൻ മറ്റൊരു സംവിധാനം കൂടി ഇവിടെയുണ്ട്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സൈറ്റ് സീയിങ് ടൂർ പാക്കേജ്. നല്ല വൃത്തിയുള്ള ഡബിൾ ഡെക്കർ ബസ്സുകളാണ് ഇതിനായിട്ട് ഇവർ നിരത്തിലിറക്കിയിട്ടുള്ളത്. ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഡെക്കിലിരുന്നു കൊണ്ട് ലണ്ടൻ നഗരത്തിൻ്റെ ഹൃദ്യമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാനുമാവും. അടുത്ത വീഡിയോയിൽ നമുക്ക് മാഡം തുസോഡ്സ് വാക്സ് മ്യൂസിയം ഒന്ന് വിശദമായി പരിചയപ്പെടാം. എന്താ? ഈ ലണ്ടൻ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നമുക്ക് മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടു സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.